നാളെ ഇതിന്റെ പേരിൽ ജോസ് കെ മാണിയെയും പരനാറി എന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാറ്റം അനിവാര്യം. ഫ്ലാഷ് ബാക്ക് കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലമാക്കാൻ മുന്നണിയെ തകർക്കണം. അതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. അതിനുള്ള പ്രൊപ്പഗണ്ട കെട്ടി അത് വഴിയേ അറിഞ്ഞോളൂ. ഞാൻ ഓർക്കുന്ന രസകരമായ ഒരു കാർട്ടൂൺ ഉണ്ട്. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എന്തും ഓർപ്പിക്കപ്പെടുന്ന മനോഹരമായ ഒരു കാർട്ടൂൺ അന്ന് യേശുദാസ് വരച്ചത്. അത് ഡാവിഞ്ചിയുടെ ഒരു പ്രശസ്തമായ നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്, മോണോലിസ. ആ മോണോലിസയുടെ ചിത്രത്തിൽ മോണോലിസ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന ഇന്നും ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കെ എം മാണിയുടെ ഒരു പടം മോണോലിസയുടെ രൂപത്തിൽ വരച്ചു വെച്ചിട്ട് ആ കാർട്ടൂണിൽ അടിക്കുറിപ്പ് മാണി ലിസ ചിരിക്കുകയാണോ അതോ കരയുകയാണോ എന്ന് വെച്ചാൽ കെ എം മാണി മുന്നണി വിട്ട് UDF വരികയാണോ അല്ലയോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ ഒരു പടം മോണോലിസയുടെ ചിത്രം പോലെ വരച്ചു വെച്ചിട്ട് ജോസ് കെ മാണി എന്ന മാണി ലിസ വീണ്ടും ജൂനിയർ മാണി ലിസ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് ഒരു കാർട്ടൂൺ വരയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്വാഭാവികം. അദ്ദേഹവും വൈകാതെ അദ്ദേഹം ഉൾപ്പെടെ ഈ മുന്നണിയുടെ ഭാഗമായി ഈ പാർട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതൊരു കാലത്തിന്റെ അനിവാര്യതയാണ്. ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. നാളെ ഇതിന്റെ പേരിൽ ജോസ് കെ മാണിയെയും പരനാറി എന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാറ്റം അനിവാര്യം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.